ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂരിലേക്ക് പോകുന്ന 3 ദിവസത്തെ ട്രാവലിൻ്റെ വ്ളോഗാട്ടോ ഞാനിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോഴത്തെ സൺഡേ തൊട്ടിട്ടാണ് ഞങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് 3:30 എണീറ്റ് നിൽക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ 5 പേരാട്ടോ മൈസൂരിലേക്ക് പോകുന്നത്. ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും പിന്നെ മാമനും കൂടിയിട്ടാട്ടോ പോകുന്നത്. ഞങ്ങൾ സൺഡേ രാവിലെ 3 മണിക്ക് പോകണം എന്ന് പറഞ്ഞാണ് ഇരുന്നത് കേട്ടോ. പക്ഷേ എണീറ്റത് തന്നെ 3:30-ക്കാണ്. പിന്നെ 4 മണിക്ക് പോകണം എന്നാക്കി. അത് പിന്നെ വന്നപ്പോഴേക്കും 5-5:30 ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ വീഡിയോയുടെ വോയിസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടോ ഫുള്ള് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തൃശ്ശൂർ എത്തിയായിരുന്നു കേട്ടോ. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ നിർത്തി കേട്ടോ. വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന ചിക്കനും ചപ്പാത്തിയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കഴിച്ചത്. പിന്നെ ഗായ്സ് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ മുത്തങ്ങാക്കാട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ മാനയും പിന്നെ 2-3 ആനകളെയും കൂടി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നേ. ഗൈസ് വണ്ടി ഓടിക്കുന്നതാണ് എൻ്റെ മാമൻ, പിന്നെ എൻ്റെ അച്ഛൻ, പിന്നെ എൻ്റെ ചേച്ചി, പിന്നെ എൻ്റെ അമ്മയാണേ. പിന്നെ ആ കാടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കരിക്കും വെള്ളം കുടിക്കാണ്ട് നിർത്തിയേ. എൻ്റെ വ്ളോഗിൽ വരുന്നെങ്കിൽ മതി. പിന്നെ നമ്മളൊരു 4:30 ആയപ്പോഴേക്കും മൈസൂർ എത്തിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ റൂമൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഒരു 5 മണി 5:30 ആയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഹോട്ടൽ പ്ലാസയിലാട്ടോ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ഫ്രഷപ്പൊക്കെ ആയിട്ട് വന്നപ്പോഴേക്കും സമയം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വേറെ സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ നോക്കിയിട്ട് നടക്കാമെന്നും പറഞ്ഞു. പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് ഒരു മലയാളി ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ഞാനും ചേച്ചിയും മേടിച്ചത് ഗീ റൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ അച്ഛനും അമ്മനും മേടിച്ചിട്ടുണ്ടായിരുന്നത് പൊറോട്ടയാണ്. അമ്മയൊന്നും മേടിച്ചില്ല, കാരണം ഞങ്ങൾ ഗീ റൈസ് ഒന്നും ഫുള്ള് കഴിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ കൂടുതൽ ചിക്കൻ കബാബും പിന്നെ പെപ്പർ ചിക്കനും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനൊരു മുട്ട ഓംലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമായിട്ട് ഈ ഒരു മഞ്ഞ സാധനം ഞങ്ങളവിടെ നിന്ന് കഴിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ ടേസ്റ്റ് ഒന്നുമില്ല, എങ്കിലും കുഴപ്പമില്ല. എനിക്കതൊരു ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും. ഇവിടുത്തെ മൈസൂരിലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം കേട്ടോ. കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. നമുക്ക് ഒരെണ്ണം ജസ്റ്റ് കഴിച്ച് ടേസ്റ്റ് അറിയാം. അങ്ങനെ നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ടായിരുന്ന 2ാമത്തെ ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങൾ നേരത്തെ എല്ലാവരും എണീച്ച് റെഡിയായിട്ട് എല്ലാ സ്ഥലങ്ങളും കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നേച്ചത്. പക്ഷെ ഞാനൊക്കെ എണീറ്റത് 7:30-ക്കായിരുന്നേ. പക്ഷെ നമ്മളെങ്കിലും പെട്ടെന്ന് എല്ലാവരും റെഡിയായിട്ട് നിന്ന് കേട്ടോ. പിന്നെ എനിക്ക് ചായ വേണ്ട കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ റെഡിയാകുന്ന സമയത്ത് എല്ലാവരും പോയി ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചത്. പിന്നെ ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് തന്നെ ഹോട്ടലിൽ അവിടെ ഫുഡ് കഴിക്കാനാണ് ഞങ്ങൾ കയറിയത്. ഒരാൾക്ക് 110 രൂപയാട്ടോ. അതിന് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് കഴിക്കാവേ. അവിടെ മസാല ദോശ, പൂരി, ഉപ്പുമാവ്, ചമ്മന്തി, സാമ്പാർ, ചായ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച ശേഷം ആദ്യം പോയിട്ടുണ്ടായിരുന്നത് പാലസിലേക്കായിരുന്നു കേട്ടോ. അവിടെ 10 മണി തൊട്ട് 5:30 വരെയാണ് ഓപ്പണിംഗ് ടൈം. നമ്മൾ ഏകദേശം ഒരു 10:15 ആയപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഓപ്പണിംഗ് സമയത്ത് എത്തിയതുകൊണ്ട് തന്നെ. എങ്കിലും അത്യാവശ്യം നമുക്ക് തിരക്കുണ്ടായിരുന്നെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഇനിയിപ്പം ടൂറിസ്റ്റ് എല്ലാവരും വന്ന് തുടങ്ങുന്ന സീസൺ ആവുന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത മാസമൊക്കെ ആണെങ്കിൽ നല്ല തിരക്കാവാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പാലസിൽ വെച്ചിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലസ് കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ഏകദേശം എല്ലാം കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എല്ലായിടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ പാലസിൻ്റെ പുറത്തും കുറച്ചൊക്കെ കാണാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് എല്ലാം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 12:30 കഴിഞ്ഞാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്.
നമ്മളിത് മൈസൂർ പാലസിലുണ്ട്. നല്ല രസമുണ്ട്. ഓരോ വ്യൂസും കാണാനായിട്ട് നല്ല രസമുണ്ട്. ആക്ച്വലി നമ്മളിവിടെ എല്ലാം കണ്ടു കഴിഞ്ഞു. ഇപ്പം ആക്ച്വലി എല്ലാം കവർ ചെയ്തു എന്ന് എനിക്ക് പറയാം. എല്ലാം ഏകദേശമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഉച്ചയായപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മൈസൂർ സൂവിലേക്കായിരുന്നേ. അവിടെ ഒരുപാട് മൃഗങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നേ. മൈസൂർ സൂവിൻ്റെ ഉള്ളിൽ ഏകദേശം 4 കിലോമീറ്റർ നമുക്ക് നടന്ന് കാണാനുണ്ട് കേട്ടോ. അത് ഫുള്ളും നമ്മളെല്ലാ മൃഗത്തിനെയും കണ്ടു കേട്ടോ. വീഡിയോയിൽ എനിക്ക് ഒരുപാട് എല്ലാ മൃഗത്തിനെയും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ, കാരണം അന്നേരം ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. പക്ഷെ പരമാവധി ആനിമൽസിനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാവേ. ഇതിന്റെ വലിയ നിന്നുള്ള ആശ പിന്നെ നമ്മൾ ആനിമൽസിനെയൊക്കെ കുറച്ച് കണ്ട ശേഷം നമ്മൾ പിന്നെ വിഷമിച്ചതുകൊണ്ട് ഒരു കടയിൽ കയറിയിട്ട് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു ചുറുമുറി എന്ന് പറഞ്ഞൊരു സാധനം കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബാക്കി ആനിമൽസിനെയും കൂടി കാണാനായിട്ട് ഇറങ്ങിയേ. പിന്നെ ഈ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ വയറ് നിറഞ്ഞുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഞങ്ങൾ. പിന്നെ ഒരു 3:30 ആയപ്പോഴേക്കും നമ്മൾ സൂയിൽ നിന്നൊക്കെ കണ്ട് ഇറങ്ങിയ ശേഷം നമ്മൾ അടുത്തുള്ള കടയിൽ നിന്ന് ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ പോയത് ബൃന്ദാവൻ ഗാർഡൻ ആയിരുന്നു കേട്ടോ. അവിടെ നല്ല രസമുണ്ടായിരുന്നേ. പോയപ്പോൾ തന്നെ ഞങ്ങളാണെങ്കിൽ ഒരു സ്വീറ്റ് കോണും കരിമ്പിൻ ജ്യൂസും കുടിച്ചായിരുന്നു കേട്ടോ. നല്ല വ്യൂവും കാര്യങ്ങളാട്ടോ. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ സൂര്യനൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ടേ. അവിടെ നിന്ന് കണ്ടതാട്ടോ ഈ ഒരു കുഞ്ഞി പപ്പിക്കുട്ടിയെ. പിന്നെ ഈ ബൃന്ദാവൻ ഗാർഡനിൽ മെയിനായിട്ട് 2 ഭാഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഒരു ഭാഗത്തിൽ മെയിനായിട്ട് പൂക്കൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അപ്പുറത്തെ ഭാഗത്തിലാണെങ്കിൽ വാട്ടർ ഡാൻസ് ആട്ടോ മെയിനായിട്ടുള്ളത്. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അപ്പുറത്തെ വാട്ടർ ഡാൻസ് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാട്ടർ ഡാൻസ് ഒക്കെ കണ്ട ശേഷം ഞങ്ങൾ പിന്നെ പോയത് ചായ കുടിക്കാനാട്ടോ. ഞാൻ കുടിച്ചത് കാപ്പിയാണേ. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്ഥലത്തും കൂടി പോകണം എന്നായിരുന്നേ, പക്ഷെ സമയം വൈകിയതുകൊണ്ട് നമ്മൾ പോയില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ച സ്ഥലത്ത് തന്നെ പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചതാണെങ്കിൽ ഇന്നലെ കഴിച്ച ഫുഡ് തന്നെയാണ് കേട്ടോ. എക്സ്ട്രാ ആയിട്ടും എല്ലാവരും മുട്ട ഓംലേറ്റും കഴിച്ചു. പിന്നെ പെപ്പർ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ മൈസൂർ വന്നിട്ടുള്ള 3ാമത്തെ ദിവസമാണ് ഇന്നത്. അപ്പോൾ എല്ലാവരും കുളിച്ച് റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ചായ കുടിക്കാനായിട്ട് പോകാം കേട്ടോ. ഞാൻ ആക്ച്വലി ചായ ഒന്നും കുടിക്കാറില്ല, പക്ഷേ ഇന്നലെ ഇവർ ചായ കുടിച്ചപ്പോൾ നല്ലതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും പോയി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ചായ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സെയിൻറ്റ് ഫിലോമിന ചർച്ച് കാണാനായിട്ട് കയറി കേട്ടോ. അത് വലിയ പള്ളിയാണേ. നമുക്കുള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കയറിയേ. അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് മസാല ദോശയും മുട്ട ഓംലേറ്റുമാണ് കഴിച്ചത്. പിന്നെ വന്നപ്പോഴേക്കും അവിടുത്തെ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അവിടുത്തെ ചായ നല്ല ഇഷ്ടപ്പെട്ടു. സാധാരണ പറഞ്ഞാൽ ഞാൻ ചായ കുടിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷെ എനിക്ക് ആ ചായ ഇഷ്ടപ്പെട്ടേ. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു സാൻഡ്വിച്ച് കണ്ടപ്പോൾ ഒരു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാൻഡ്വിച്ച് മേടിച്ചിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ.
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ച ശേഷം 11 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നേ. പിന്നെ ഏകദേശം ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെത്തിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സ്നാക്സ് ആട്ടോ ഉച്ചയ്ക്ക് കഴിച്ചത്. പിന്നെ ഒരു 3-4 മണിയൊക്കെ ആയപ്പോൾ നമ്മളൊരു കടയിൽ കയറിയിട്ട് ഐസ്ക്രീം കഴിച്ചായിരുന്നേ. പിന്നെ ബദാം മിൽക്കും നമ്മൾ കുടിച്ചായിരുന്നു കേട്ടോ. പുകയാ. പിന്നെ ഒരു 7-8:30 ആയപ്പോഴേക്കും നമ്മൾ ഏകദേശം കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു കടയിൽ കയറിയിട്ട് അൽഫാം മന്തിയാണ് കഴിച്ചത്. ചേച്ചി പ്രോൺസ് ബിരിയാണി ആട്ടോ കഴിച്ചത്. അങ്ങനെ കറക്റ്റ് 12 മണിയായപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ മൈസൂർ ട്രിപ്പിൻ്റെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.